നമുക്കേ ഒരു ഷൊണ്ണയുടെ ഇൻ്റർവ്യൂ കാണാം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്ന കുറേയധികം നല്ല കാര്യങ്ങളെ പറ്റി നമുക്കൊരു ചെറിയ 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 രീതിയിൽ തുടങ്ങാം. കാരണം അത് പുറത്തുള്ളവർക്കല്ല, അവരാണ് ഭയങ്കര ആവശ്യം. കാരണം വെള്ളം വയറിലൊക്കെ തട്ടി ഷോർട്ട് ആയി കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങും കത്തും, ആളെ ജീവനാ പോകുന്നത്. അപ്പൊ ആ പരിപാടി നോക്കാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മീഡിയാസിന്റെ കടന്നാക്രമണം കാണുമ്പോൾ ഇപ്പം മാത്രമാണ് തെറ്റ് ചെയ്ത ഒരാളെന്നുള്ളത് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഓ അത് ശരി, നമ്മളും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടാ. പുള്ളി അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം ഇമ്മോറൽ ഇല്ലീഗൽ വർക്ക് മാത്രം ചെയ്യുന്ന ഒരു വാഴത്തോട്ടം അവിടെ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുകയാണ്. അത്രമാത്രം മനസ്സിലാക്കി. സഞ്ജു ടെക്കി ചെയ്തതിനെ ആളുകൾ എടുത്തു പറഞ്ഞ് ദ്രോഹിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നൊന്തു. ഓ സഞ്ജു ടെക്കി എത്ര തന്നു അത് പറ. സഞ്ജു ടെക്കി ചെയ്ത തെറ്റെന്താണെന്ന് വല്ലതും അറിയാമോടാ? ഇതാണ് ഇവൻ്റെ കുഴപ്പം. തലയും വാലും ഇല്ലാതെ എന്തെങ്കിലും പറയും. ഇവനെല്ലാം ഇൻ്റർവ്യൂവിന് പിടിച്ചിരുത്തുന്നവർ വേണം തല്ലേ. അത് പോട്ട് സഞ്ജു ടെക്കി ചെയ്ത തെറ്റെന്നാ അത് പറയാം. ഒന്നാമത്തെ കാര്യം, അവൻ ആ സുനായും കൊണ്ട് ഇറങ്ങി. പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച സ്ഥിതിക്ക് പിന്നെ ഒരു പൊടിക്കങ്ങ് അടങ്ങണ. ഒരു 50 പൈസയ്ക്ക് ഒരു 4 അണയ്ക്ക് അടങ്ങൂല. വീണ്ടും പോലീസിനെ വെല്ലുവിളിച്ച്. പോലീസ് വീണ്ടും വിളിച്ച് പണിഷ്മെൻറ്റ് കൊടുത്തു. എന്നാ അടങ്ങണ്ടേ? പോലീസിനെ കളിയാക്കുന്ന രീതിയിൽ, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കളിയാക്കുന്ന രീതിയിൽ വീണ്ടും വീഡിയോ ഇട്ടു. എന്നിട്ടോ വീണ്ടും പണിഷ്മെൻറ്റ് കൊടുത്തു. എന്നാ അടങ്ങുമോ? ഇല്ല. എൻ്റെ സ്വത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊത്തിനെ എടുത്തു വെച്ചിട്ട് വീണ്ടും അലച്ചു. അപ്പോൾ പിന്നെ പണി വീണ്ടും കിട്ടുമോ? എന്തിനാണിതിന് പോകുന്നത്? എന്നിട്ട് വക്കാലത്ത് ഇവൻ്റെ കുഴപ്പമേ ഇതാണ്. ഇവൻ്റെ കണ്ണിൽ ക്രിമിനലുകളും ഇതുപോലെ ഇല്ലീഗൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ജെന്യുവിനാണ്. അതൊരു പ്രത്യേകതരം സോക്കേടാ ഇവനിക്ക്. അതാണ് ഇവൻ്റെ ഒരേ ഒരു കുഴപ്പം. ഞാൻ കാണുന്ന ഇവൻ്റെ ഒരേ ഒരു കുഴപ്പം ഇത് മാത്രമാണ്. അത് ശരി. ഇവൻ്റെ അയലത്തെ വീട്ടിൽ ഒരു കൊച്ചിനെ ആരെങ്കിലും റേപ്പ് ചെയ്താൽ അയാൾക്ക് വേണമെങ്കിൽ ഇവൻ്റെ വീട്ടിലെ കൊച്ചിനെ റേപ്പ് ചെയ്യാം. അയലത്ത് ചെയ്തില്ലേ, അവർ സഹിച്ചില്ലേ, നമുക്ക് സഹിച്ചാൽ. അയ്യോ മോനെ, നീ സത്യമായിട്ട് നിനക്ക് ഇത്ര സബ്ബിങ്ങനെ കയറിയിടാ. നീ ഇത്രയും വലിയ മണ്ടനാണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായി. നീ ഇത്രയും വലിയ മണ്ടനായിരുന്നാണ്. യജാതി മണ്ടത്തരോടായിരുന്നു വിളമ്പുന്നത്. കഷ്ടം. ഇതേ നിയമലംഘനങ്ങൾ മാസമായിട്ടല്ലേ വീഡിയോസ് എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യാറ്? നിയമത്തിന് വെല്ലുവിളിക്കല്ലേ, മീഡിയനെ വെല്ലുവിളിക്കല്ലേ? അത് പ്രശ്നമുണ്ടോ? അതാണെങ്കിൽ പ്രശ്നം ആക്കുന്നുണ്ടോ? ഇല്ല. അവിടെ യൂട്യൂബ് അല്ല, ഈ പെങ്കൊച്ചിന് തീരെ ബോധമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് അവർ മീഡിയ വെല്ലുവിളിക്കുന്ന, ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുന്ന ഇതുപോലെ വെല്ലുവിളിച്ച, സഞ്ജു ടെക്കി ചെയ്ത കണക്ക് വെല്ലുവിളിച്ച, ഇതുപോലുള്ള ഇല്ലീഗൽ വർക്ക് അവർ ചെയ്ത് അവൻ തെളിവ് വെച്ചേ കേൾക്കട്ടെ. അറിയാൻ കൊണ്ടാണ്, കൊതി കൊണ്ടാണ്. പറയുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേടാ. എന്തെങ്കിലും ആവട്ടെ. ഷിയാസ് കരീം ഒരു വട്ടം ഇതേപോലെ വന്നിട്ട് മീഡിയാസിനെ ഒരു അഗ്രസീവ് ഫേസിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയാസിന്റെ ഇഷ്യൂ ആണ്. അന്ന് ഞാൻ ഷിയാസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ സഞ്ജുവിനോട് വിളിച്ചോളാം, മീഡിയനെ ബ്ലോക്ക് ചെയ്യണ്ട, അവർ സൈഡിലൂടെ പോട്ടെ, നീ ചെയ്ത ബ്ലോക്ക് തെറ്റുന്നത് ആക്സെപ്റ്റ് ചെയ്തോ, ഇറ്റ്സ് ഫൈൻ. മീഡിയാസിനെ ബ്ലോക്ക് ചെയ്ത് അവർ തിരിച്ചെന്ത് ചൊറിഞ്ഞോണ്ടിരിക്കും. ഇവൻ ഇത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളി മൊത്തത്തിൽ ഒരു വലിയേട്ടനാ. ആരെന്ത് തെറ്റ് ചെയ്താലും വലിയേട്ടൻ വിളിച്ചു. എന്നിട്ട് പറയും നോ 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 ഡണ്ടു ഡണ്ടു എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. അങ്ങക്ക് മനസ്സിലായില്ലേ? എല്ലാവരും വിളിച്ച് അങ്ങോട്ട് ഉപദേശിക്കുക എന്നുള്ളതാണ് ഉപദേശിയുടെ ആദ്യ ക്വാളിറ്റി. ഉപദേശി ചെയ്യുന്നതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് ഗ്രാജുവലി പറയാം. പറയട്ടെ, പറ മോനെ. അപ്പം അവൻ ചൊറിയണവൻ കണ്ടിട്ടില്ല കേട്ടോ. സഞ്ജു ടെക്കി ചൊറിയുന്നതിന് കണ്ടിട്ടില്ല. സഞ്ജു ടെക്കിയെ ചൊറിഞ്ഞത് മാത്രമേ കണ്ടു. അതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. ഇവൻ ഡബിൾ ഡാഡി സിൻഡ്രോം മാത്രമല്ല, ഡബിൾ ഐ സിൻഡ്രോം ഉണ്ട്. ഒരു വശമേ അവന് കാണുള്ളൂ, മറ്റേ വശം അവന് കാണൂല. അതൊരു പ്രത്യേകതരം സിൻഡ്രമാണ്. ഒന്നും പറയാനില്ല. കണ്ടിന്യൂ വിട്ടിത്തരത്തിൻ്റെ രാജാവ്. അവരൊരു ടൈമിന് മാത്രമാണ് തീർക്കാറ്. എനിക്ക് തോന്നുന്നത് ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടാവും, ഇത് നല്ല സൈഡാവും. അല്ലാതെ അവർ അങ്ങനെ എടുത്ത് വിളിച്ച് പോകും. ഇപ്പോൾ റീസെന്റ് അവർ വണ്ടി ഇടിച്ചു, അത് വിചാരിച്ചിട്ട് ഇവരാരെങ്കിലും പോയി അടിച്ചു ഇല്ല. നമ്മുടെ മീഡിയാസ് മാത്രമാണ് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാത്ത പക്ഷേ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ആ ടൈമിന് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ കൂടി പബ്ലിസിറ്റി. ഞാൻ പറയുന്നത് ഗവൺമെന്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നത് എപ്പോഴും കുറച്ച് ഫെയിമിൽ നിൽക്കുന്നത്, കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് സംഗതി എത്തുന്നത്. അവരും അത് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. സിറ്റുവേഷൻ മാക്സിമം യൂസ് ചെയ്യും. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലെ വീഡിയോസ് ഇതുപോലെ കണ്ടിരുന്നു. ഈ ട്രക്കിനകത്തും അതുപോലെ കാറിനകത്തും ഇതേപോലെ തന്നെ സെയിം സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യുന്നത്. ഇപ്പം സഞ്ജു ടെക്കി ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്ത സംഭവം. മറ്റാൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായതായി നമ്മൾ കണ്ടതുമില്ല. പക്ഷെ സഞ്ജു ടെക്കി എന്ന് പറയുമ്പോൾ എല്ലാ ഓൾ ഇന്ത്യ പല എല്ലാ സ്റ്റേറ്റ്സിലെയും
അപ്പോൾ ഇത്രയും നേരം വേറെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നേരം അവർ ന്യായീകരിച്ചില്ലേ? എനിക്ക് വട്ടായതാണ്, അതേ ലോകത്ത് എല്ലാവർക്കും വട്ടായതാണ്. എന്തുട്ടാടാ നീ പറയുന്നേ? ഇത്രയും നേരം അവനെ ന്യായീകരിക്കില്ലായിരുന്ന? അങ്ങനെ എനിക്ക് തോന്നിയത്. തെറ്റാണ്. ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മീഡിയ അത് ചെയ്യണമെന്ന് ഞാൻ പറയും. പക്ഷെ അത് ചെയ്തു, അയാൾ അതിന് മാപ്പ് പറഞ്ഞു, അയാൾ അതിനുള്ള എല്ലാ എന്താ പറയാ കൊടുത്ത ശിക്ഷകളും അനുഭവിച്ചു. വീണ്ടും അയാൾ വീട്ടിൽ ഇന്നലെ പോയിട്ട് സ്കൂളിൽ പോയി എന്താ സ്കൂളിൽ പോകാൻ പാടില്ല. അപ്പൊ എത്രയോ മറ്റേ രാഷ്ട്രീയക്കാർ പറഞ്ഞ നേതാക്കന്മാർ പല പല കേസുകൾ വരും. മന്ത്രിമാരായിട്ടിരിക്കുന്നവരെ എത്ര പേര് കേസ് അവർ സ്കൂളുകളിൽ പ്രോഗ്രാം പോകാറ്. വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ മറ്റേ ബെഞ്ചിന് മുകളിൽ ചാടി പറഞ്ഞാൽ പോയി. എന്തൊരു കമ്പാരിസൺ. ഒന്നും പറയാനുള്ള, നീ ബുദ്ധി രാക്ഷസനാണ്. മന്ത്രിയുടെ ലെവലിലേക്കാണ് സഞ്ജു ടെക്കിയെ പോലുള്ളവർത്തന്നെ കമ്പാരിസൺ. കേസൊക്കെ ഉണ്ടല്ലേ? എന്തത് മതിലി ആടിപ്പോയാ, ബെഞ്ചി ആടിപ്പോയതിന് കേസ് വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ നിങ്ങൾ വെറുതെ കാശ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ലേബലിംഗ് എപ്പോഴും കേൾക്കാറുണ്ട് നമ്മൾ. വേറെ വല്ല പണിക്ക് പോയി കൂടി ഇത് പണിയായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാണുക അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടം മനസ്സിലാക്കാം. പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് വളരെ ഈസി ആണല്ലോ. അപ്പൊ എല്ലാവരും കാരണം വളരെ ഈസി ജോബാണ്, ഭയങ്കര സുഖമല്ലേ. ഒരു പ്രാവശ്യം വന്നിരുന്ന് ഏതെങ്കിലും ടോപ്പിക്, എനിക്കൊരു ടോപ്പിക് കിട്ടും ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്കും 11 മണിക്ക് 10 മണിക്ക് അതിന് വീഡിയോ ചെയ്യണം. ഈ ടോപ്പിക്കിൽ ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് ഇത് 2 ഭാഗം ഞാൻ പറയും, 2 പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യണം. ഒന്ന് മാത്രം വെച്ചിട്ട് പോയ നാളെ ഇതേ കേസിലൊക്കെ തിരിഞ്ഞ് വേറെ രീതിക്ക് പോകും. ഇതൊക്കെ തിങ്ക് ചെയ്ത് നമ്മൾ തോട്ട് പ്രോസസ്സിൽ എത്തിയിട്ട് വേണം ഒരു വീഡിയോ അപ്പ് ചെയ്യും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ ഒരു വീഡിയോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ഞാൻ കാറിലുമ്പോൾ ഓണാക്കി മണമണ പറഞ്ഞു തീർന്നു. എഡിറ്റിംഗ് പോർഷൻ മറ്റേ പോർഷനൊക്കെ വിട്ട് അതൊന്നും വേണ്ട. സംസാരിക്കണം, കാര്യം പറയണം, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം, ഓക്കെ ആവണം. ഈ സാധനം പിന്നെ നാളെ ഒന്ന് മാറ്റി പറയാനോ തിരുത്തി പറയാനോ അല്ലാതെങ്കിൽ അതിലൊരു മാപ്പപേക്ഷ വരാത്ത രീതിയിൽ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ അത്ര ഈസി ടാസ്ക് അല്ല. കാണുന്നവർക്ക് അത് കാണാൻ ടാസ്ക്കാണ്. ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രശ്നമൊക്കെ പഠിക്കും. ഓക്കെ, അതും വിടാം. 30 സെക്കൻഡ് 15 സെക്കൻഡ് റീല് ലിപ്സിംഗിന് വരെ എന്ത് പറയാറുണ്ട്, കളിയാക്കലുകൾ വരാം. പക്ഷെ ഓൾറെഡി ലാലേട്ടനും മമ്മൂക്കയും മഞ്ജു ചേച്ചിയൊക്കെ ചെയ്തു വെച്ചൊരു സാധനം. നോ കമന്റ്സ്. അതിൽ എത്ര എഡിറ്റ്, എത്ര ടേക്ക്, എത്ര കട്ട്, എന്തൊക്കെ പോയി കാണും അതിനകത്ത്. പിന്നെ അവരുടെ സ്കില്ല്, അവർ എത്രത്തോളം സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകൾ. ഇതൊരു 30-15 സെക്കൻഡിലൂടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെയ്തിട്ട് അതും ഇന്ത്യൻ ആളുകളിലേക്ക് എത്തി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടാലന്റ് ആവട്ടെ. അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഇതൊന്നും ഒരു പണിയല്ല, ഭയങ്കര ഈസി വരുന്നത്. പിന്നെ ഞാൻ എല്ലാവരും പറയാറുണ്ട്, നിങ്ങളൊക്കെ ഫോണില് ഡാറ്റ ചെയ്യുവാനായിട്ട് ഇരുന്നില്ലേ ചെയ്തോ, ആർക്കും വേണ്ട. യൂട്യൂബോടെ ഇത്ര ആൾക്ക് പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും വേറെ ഏത് പ്രൊഫഷണൽ ഒരാളാണെങ്കിലും എൻ്റെ ഒന്നര ആകെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാൾ ഇൻഫ്ലുവൻസർ ആണ്, അയാൾ ക്രിയേറ്റർ ആണ്. അവർക്കൊന്ന് വരുമാനം ഉണ്ടാക്കാം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കാം. ഇത് എല്ലാവർക്കും ഉള്ള സ്പേസ് ആണ്. ഇതൊരു ജോബ് അല്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഫോറിൻ കറൻസിയാണ് അവിടെ നിന്നിട്ട് നമ്മൾ കൊണ്ടുവരും, എന്നിട്ട് അത് ഇവിടെ ചെലവാക്കുന്നത്. അത് എത്ര പേർക്ക് പോസിബിൾ ആണ്? ഈ യൂട്യൂബേഴ്സ് ഒക്കെ പണി നിർത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ഫോറിൻ കറൻസി വരുന്നില്ല ഇവിടെ. അത് നമ്മുടെ നാട്ടിലല്ലേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ അയാൾ കാർ വാങ്ങുന്നു, വീട് വെക്കുന്നു. ഇത് അമേരിക്കയിലോ മറ്റേ ഇവിടുന്ന് പൈസ എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുപോയി ചെലവാക്കുന്നത് ദുബായിലല്ലോ, കേരളത്തിലല്ലേ. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ ചെലവാക്കും. ആരും പുറത്തൊന്നും പോയി സെറ്റിൽ ആവും. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സീക്രട്ട് ഏജന്റിനെ കഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്നൊരു അഖിൽമാരാർ ഒരു പുസ്തകമുണ്ട്. സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണോ? ചുക്കിൻ ചുണ്ണാമ്പി കൊള്ളാത്ത ആളാണോ അല്ലയോ എന്നുള്ളതിന് 1 മിനിറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം ശരിയാണടാ, നിൻ്റെ അടുത്ത് അങ്ങനെ നിനക്ക് വല്ല പണിക്കും പോയി കൂടെ എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ ഇപ്പം നേരത്തെ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ 10 മണിക്ക് 11 മണിക്ക് ഒരു വീഡിയോ കിട്ടും, ഈ വീഡിയോ വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കണ്ടന്റ് ഉണ്ടാക്കണം, ആ കണ്ടന്റ് ഞാൻ അങ്ങോട്ട് ഇരുന്ന് പറയണമെന്നും നിന്നെക്കൊണ്ട് സാധിക്കും. നിൻ്റെ റിയാലിറ്റി എപ്പം വെളിയിലാവുന്നു? നീ ഒരു ലൈവിൽ വന്ന് കുത്തിയിരിക്കുമ്പോൾ യുവർ ട്രൂ ഫേസ് അതിനകത്ത് ഉണ്ടാകും. നിനക്ക് നിൻ്റെ ഒരു ചിന്താധാര അങ്ങോട്ട് വിളിച്ച് പറയാനുള്ള ഒരു മീഡിയം മാത്രമാണ് നിൻ്റെ യൂട്യൂബ്. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ പറയണതല്ല നാളെ പറയണത്, നാളെ പറയണതല്ല മറ്റന്നാൾ പറയണം, മാറ്റി 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 പറച്ചിലുകളും മറ്റുള്ളവരുടേത് കോപ്പി പേസ്റ്റ് ചെയ്യലുകളുമാണ് നീ ചെയ്യുന്നത്. അത് നിൻ്റെ ടാലൻറ്റ് തന്നെയാണ്, ശരിയാണ്. നിനക്കങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിനക്ക് അരി വാങ്ങിക്കാനുള്ള കഴിവുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ചിലരെ ഡീഗ്രേഡ് ചെയ്യാൻ നീ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡോക്ടർ റോബിനെ നീ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിൽ ആ പയ്യൻ്റെ ലൈഫേ നശിപ്പിക്കുന്ന രീതിയിൽ നീ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോശമായി ആ ചെറുക്കൻ്റെ ജീവിതം തൊലയ്ക്കുന്ന രീതിയിൽ നീ ചെയ്തിട്ടുണ്ട്. നിൻ്റെ കൂടെ കൂടി എന്നൊരു തെറ്റ് മാത്രമേ ചെറുക്കൻ ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽ ഒരുപാട് പേരെ ഉപദ്രവിക്കുന്ന ഒരു ടോൺ നിനക്കുണ്ട്, അത് തെറ്റാണ്. മാത്രവുമല്ല
എന്ത് വസ്തുതയും നിന്റെ ആംഗിളിൽ കൂടെ നീ കാണുന്നുണ്ട്. നീ ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലിസത്തിൽ കൂടെ നീ അത് കാണുമ്പോൾ ഏത് ക്രിമിനലുകളെയും നിനക്ക് ഓക്കെ ആണെന്ന് തോന്നും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് സഞ്ജു ടെക്കിയെ നീ ന്യായീകരിക്കുന്നത്. നിനക്ക് ന്യായീകരിക്കാനുള്ളത് ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നീ ന്യായീകരിച്ചവരിൽ മിക്കവാറും നിന്റെ ന്യായീകരണം ഏറ്റുവാങ്ങുന്ന മിക്കവാറും ആൾക്കാർ സത്യം പറഞ്ഞ ക്രിമിനലുകളായിരിക്കും. നീ എതിർക്കുന്നവർ ജെന്യുവിനുമായിരിക്കും. അതാണ് ഈ കാലം ഇത്രയായിട്ട് തെളിവായിട്ടുള്ളത്. അതാണ് നീ ആരെയൊക്കെ എതിർക്കുന്നോ അവർ ജെന്യുവിനായിട്ടുള്ള മനുഷ്യരാണ്. ക്രിമിനലിസം 1% പോലും അവരുടെ ഉള്ളിൽ കാണത്തില്ല. അതേസമയം നീ അനുകൂലിക്കുന്നവർ ക്രിമിനലുകളുമാണ്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. കറക്റ്റ് അല്ലേടാ? ഇതാണ് പ്രശ്നം. ഒരു യൂട്യൂബർ, ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നീ ഒരു പരാജയമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ സംഗതി. ബാക്കി പറ. ആ ചാനലിലെ തമ്മിലുള്ള വെക്കിലായിരുന്നു 33 മിനിറ്റ് 44 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോയിൽ 3-4 മിനിറ്റ് മാത്രം പോഷാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെങ്കിൽ ആ ഒരു ടാഗ്, ആ ഒരു ടൈറ്റിൽ കമന്റ് വെച്ചു. അത് ചോദ്യമാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെങ്കിൽ അതിൽ പോയിരുന്ന ഇന്റർവ്യൂവിൽ പൃഥ്വിരാജിനെ കുറിച്ചും കുറെ ആൾക്കാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ എന്തിനാ എന്നെ കുറിച്ച് ചോദിച്ചത്? മനസ്സിലായോ? അപ്പൊ അങ്ങനെ പോയിരുന്ന ഇന്റർവ്യൂവിൽ ആ വ്യക്തിയോട് ചോദിക്കുന്ന സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ വരും. പിന്നെ പറഞ്ഞാൽ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ കാര്യം തീരെ മതിയായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. ഓ, ഈ ഇത്തരത്തിലുള്ള നരേഷനൊക്കെ നീ പലയിടങ്ങളിൽ പലർക്ക് വേണ്ടിയും പറയാറുണ്ട്. ഇപ്പം ഡോക്ടർ റോബിനെ നീ എവിടെ വെച്ചോ കണ്ടു, ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു, ഡോക്ടർ റോബിനോട് ചേർന്ന് നിൽക്കുന്നു, എന്നെയും കൂടെ കൊണ്ടുപോയി ചേട്ടാ എന്ന് പറയുന്നു. പല രീതിയിൽ നീ പേക്കൂത്തുകൾ പയ്യനോട് കാണിക്കുന്നുണ്ട്. അവൻ നിന്റെ നന്നായിട്ടങ്ങ് ആക്കി ഊക്കി വിടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും വിടാതെ നീ ഒരു പിന്തുടരുന്നുണ്ട്. നീ വെറും കോഴയാണെന്നുള്ളത് തെളിവാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് പറയാനെങ്കിലും എൻ്റെ പേര് പറഞ്ഞത്, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് ചിന്തിക്കുന്ന നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമായിട്ട് നിന്നെ വാഴയെന്നൊക്കെ വിളിച്ചാലേ വാഴ സൂയിസൈഡ്. അതാണ്ടാ സത്യമായിട്ടും. വാഴയ്ക്ക് പിന്നെയും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. നീ അതൊന്നുമല്ല, നീ വെറും പോക്ക് കേസാണ്. അതിനകത്തൊന്നും പറയാനില്ലടാ. അതിന് ഒരു ഡെഫിനിഷൻ ഇല്ല. നിൻ്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. അമ്മാതിരി ഒരു സാധനമാണ് നീ. അതുകൊണ്ടാണ് നീ ഇത് പറയണത്. പിന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാണോടാ? ഇടയ്ക്കൊക്കെ ന്യൂസ് വരാറില്ലേ? ഗോൾഡ് കയറ്റിയവരെ പറ്റി ഭയങ്കര ന്യൂസ് വരാറുണ്ട്. അത് അവൻ്റെ ക്വാളിറ്റി അല്ല. കഞ്ചാവ് കടത്തുന്നവരെ പറ്റി ന്യൂസ് വരാറുണ്ട്. അതും അവൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല. ഇതൊക്കെ പോട്ട് ഈ മറ്റേ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഗുണ്ടകളെ പറ്റിയും ന്യൂസ് വരാറുണ്ട്, ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു ജഡ്ജി വന്നിരിക്കുന്ന റെപ്യൂട്ടഡ് പേഴ്സണാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് കുറേ ക്രിമിനലുകളുടെ കാര്യം പറഞ്ഞിട്ട് ഇവരെയൊക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ട് ആ ക്രിമിനലുകളൊക്കെ ഹോണർ ചെയ്തു എന്നാണ് അർത്ഥം. അവരുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിയെ പറ്റിയുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. നീ എന്ന വ്യക്തിയേക്കാൾ ഉപരി നീ ഇപ്പം ഏറി നിൽക്കുന്ന ഒരു സാധനം, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്താണ് അയാളെ പറ്റി അഭിപ്രായം എന്ന് ചോദിക്കുന്നതിൽ നീ ഭയങ്കര ക്രെഡിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് ഒരു ലിമിറ്റില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഈ ഇന്റർവ്യൂ വരുന്നതിന്റെ തലേ ദിവസം എന്നോട് പറയാം, ആളിയാ ഒരു ഇന്റർവ്യൂ വരാനുണ്ട്. ഞാനിപ്പോ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ക്യാമറ ഓണാക്കി പല കണ്ടന്റിലും സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചില വാക്കുകളും ചില ബോഡി ലാംഗ്വേജ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ആളുകളിലേക്ക് ഒക്കെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതേ പറയുന്ന വ്യക്തികൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ട്. ഞാനിത് തുറന്ന് കാണിച്ചു. കാരണം എനിക്ക് ആ ഡിഫറൻസ് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കും. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാനെന്തായി? ഞാൻ വളരെ എന്ന് വെച്ചാൽ ഫേക്ക്. നീ ഫേക്കാണെന്ന് നീ തന്നെ പറയുക. ക്യാമറ ഓണാക്കിയാൽ നീ ഭയങ്കര ഡീസൻ്റ് ആൻഡ് ജെന്യുവിൻ പേഴ്സണാണ്. ഓഫാക്കി കഴിഞ്ഞാൽ നീ വെറും കൂറയാണ് എന്ന് വെച്ചാൽ ഫേക്ക്. അതല്ലേ അർത്ഥം? ഓക്കെ, കണ്ടിന്യൂ. ഈ സംഗതി ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പലരും ക്യാമറ ഓണാക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് പോട്ടെ, എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഇടും. ആ ഇടുന്നതിന്റെ വള്ളി പിടിച്ച് ഞാൻ പോകാൻ താല്പര്യമില്ല. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നുമില്ല. അല്ല, അത് വിടറാളി, അത് വിട്. അന്നെ എടുത്ത് വെച്ച് ഉടുത്തത് കൊണ്ടാണ് അങ്ങേർക്ക് ബിഗ് ബോസിൽ പോകാൻ തന്നെ പറ്റിയത്. നിന്നെ അമ്മാതിരി ഒരു ഉടുപ്പ് അങ്ങേരെടുത്ത് വെച്ച് ഉടുക്കണത് ഞാൻ കണ്ടേണ്. ആ പുളങ്കിത ധൃതങ്ക പുളങ്കിതയായിരുന്നു അത് കണ്ടിട്ട്. ഒരു 1 അവർ നിന്നെ അങ്ങോട്ട് ഇരുത്തി വെച്ച് ചെയ്യുന്നത് കണ്ടതാണ്. നീ അങ്ങേരെ എടുത്താൽ അങ്ങേര് തിരിച്ച് നിന്നെ എടുക്കും. അതൊരു 1.5 എടുപ്പുമായി പോകും. അക്കാര്യത്തിൽ ഞാൻ അഖിൽമാരാർക്കൊപ്പം തന്നെയാണ്. കീട്ടുകാച്ചിയാണ് നിനക്കിട്ട് തരുന്ന കാര്യത്തിൽ. നീ അങ്ങ് നിർത്ത്. ഫ്രണ്ടാണത്ര, നിന്റെ ബാക്കാണത്. നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയുന്നത് അവൻ മരമണ്ടൻ, അവന് സ്റ്റാൻഡ് ഇല്ല, അവൻ ഇന്ന രാഷ്ട്രീയം പറയും, ഇപ്പോഴത്തെ വേറെ രാഷ്ട്രീയം പറയും. അപ്പൊ അവനാണോ സ്റ്റാൻഡ്, ഇവനാണോ എന്നെ പറഞ്ഞുള്ള ചോദ്യം നിങ്ങളോട് ഇപ്പൊ ചോദിച്ചാൽ അല്ലല്ല, മുന്നേ പറഞ്ഞു. അതായത് ഞങ്ങൾ ആ ഒരു സീൻ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതെടുത്ത് കൊണ്ടുപോയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവര്, മാനാരെ വെറുക്കുന്നവര്,
സീക്രട്ട് ഏജന്റ് മാരാരി ഇങ്ങനെ പറഞ്ഞു, ഇത് അവരെടുത്തു. അപ്പൊ മാരാരി എന്ന് പറയുമ്പോൾ മേ ബി ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ചെറിയ എന്തെങ്കിലും അത് അങ്ങനെ ഇത് അങ്ങനെയും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ മാരോട് സംസാരിച്ചപ്പോൾ കാരണം അന്ന് വന്നിറങ്ങിയപ്പോൾ നീ എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു, അന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ സംസാരിച്ച സംഗതി തീർന്നു. കുറെ മുമ്പ് കൊടുത്ത് ഇന്റർവ്യൂ അത് വരും നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. അത് ഈ വ്യൂവേഴ്സിന് മനസ്സിലാക്കി നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പോയി വരുമ്പോൾ ഒരുപാട് ട്രോളുകൾ വരും, ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. സോ ആർക്കാണെങ്കിലും ഈവൻ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർക്കാണെങ്കിലും ക്യാഷ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ചാഞ്ഞ് നടക്കുന്ന മരം തിരിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കയറാൻ സുഖമാണ്. ഓക്കെ, ആ ടൈമിൽ മാക്സിമം ഓടിക്കയറാൻ എനിക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ ഓക്കെയാണ്, എനിക്കതൊരു വിഷയമല്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ കുറെ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് കാണുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. എവിടെ ചാഞ്ഞ മരമുണ്ട് അവിടെയൊക്കെ ഇയാൾ ചാടി കയറി ഓടിക്കയറുകയും ചെയ്യും. അങ്ങനെയാണ് നാളിതുവരെയുള്ള ട്രോളുകൾ. അതായത് ഇവൻ ഒരു ടൈം ലൈൻ നോക്കും, അതിനകത്തൊരു വിഷയം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കമൻസ് നോക്കും. കമൻസിൽ ആ പറയുന്ന സംഗതിക്ക് എഗൻസ്റ്റ് ആണെങ്കിൽ അവൻ്റെ സബ്ജക്റ്റ് എഗൻസ്റ്റ് ആണ്. ഇനി അതിനകത്ത് അനുകൂലമാണെങ്കിൽ അവൻ്റെ സബ്ജക്റ്റ് അനുകൂലമാണ്. സ്വന്തമായിട്ട് യാതൊരു അഭിപ്രായവുമില്ല. അനലൈസ് ചെയ്ത് കൃത്യമായി ഒരു വിവരണം തരാൻ അവൻ അറിഞ്ഞുകൂടാ. അവൻ അവിടെ നോക്കുമ്പോൾ അവിടെ എന്ത് നടക്കണോ ആ സാധനം എടുത്ത് വെച്ച് നിങ്ങളുടെ തൊണ്ടയിലോട്ട് വെക്കും. എന്നതിനപ്പുറം ഒരു രീതിയിലുള്ള അനലൈസും ഇല്ലാത്തതുകൊണ്ടാണ് ഡബിൾ ഡാഡി സിൻഡ്രോമും ഡബിൾ പേഴ്സണാലിറ്റി സിൻഡ്രോം ഒക്കെ അവൻ കാണിക്കുന്നത് അവൻ്റെ വീഡിയോസിൽ. അത്രയേ ഉള്ളൂ. ഞാനെന്താ നോക്കുന്നത്, ഇവർ ഓടി കയറുന്നവരും കയറുന്ന മരത്തിന് കൂടെ മരത്തിന് ലാഭം ഉണ്ടല്ലോ. കാരണം ഞാൻ നോക്കുമ്പോൾ ട്രോൾ ആണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ ഫേസ് ആണ് രജിസ്റ്റേർഡ്, നമ്മൾ നിലനിൽക്കുന്നുണ്ട്, നമ്മൾ പോണില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് രണ്ടാൾക്കും അറിയാം, നമ്മൾ അറിയാതിരുന്നിട്ട് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്നെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ എന്നെ അറിയാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള സമയത്ത് നമ്മൾ എന്നെ കുറിച്ച് ഇപ്പോൾ ഒരു മോശമായിട്ടൊരു ഇത് പറയാൻ നമുക്ക് കൂടുതൽ വിഷമം. അപ്പോൾ അങ്ങനെ അഖിൽമാരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള നിലയ്ക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു ഹേർട്ടാവില്ലേ? എനിക്കത് തോന്നുന്നില്ല. കാരണം ഞാൻ എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തിനാ ചോദിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും. അപ്പം ഭയങ്കര സുഹൃത്തുക്കളാണ്. അവൻ എനിക്കറിയാം, ഇവരെ എനിക്കറിയാം, എല്ലാവരും എനിക്കറിയാം. പക്ഷേ എനിക്ക് വലിയ ഫീലിംഗ് നീ എന്നെ തല്ലിയാലും ഞാൻ നിന്ന് കൊള്ളും. അതാണ് ലൈഫ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അത് അഖിൽമാരാണെന്നല്ല, ഏതൊരു വ്യക്തിക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ടൈമിൽ ചിലപ്പോൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇവന്റെ ഫാൻസോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരോ കയറി ചുടിയുമല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ 95% പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ഉള്ള ടൈമിൽ എത്ര പേരും ഇതിനെ പറയാൻ വന്നിട്ടുണ്ട്? വളരെ എണ്ണം കുറവായി. Wrong. Always I was there. Always I was there. Mistake is mistake എന്ന് പറയാൻ ഞാനുണ്ടായിരുന്നു. കുറവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഓക്കെ, ഇല്ല എന്ന് പറഞ്ഞാൽ അടി കിട്ടും നിനക്ക്. ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ആ പോയിന്റ്. ഇപ്പോൾ ഒരു 95% എനിക്ക് എതിരാണ് കമന്റ് ബോക്സിൽ നടക്കും പറയാനുള്ള ആളുകളുടെ എണ്ണം കൂടും. ഞാൻ അത്രേ നടന്നുള്ളൂ. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സാധനം സോഷ്യൽ മീഡിയ. ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ വേറെ രീതിയിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം സഞ്ജു ടെക്കി ആണെങ്കിലും അഖിൽമാരാണെങ്കിലും നിങ്ങൾക്ക് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പൊ പല ആളുകളും വീഡിയോ കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ബിഗ് ബോസിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ മീറ്റപ്പ് സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യമാണ് സജന ഫിറോസ്. അപ്പൊ അത് ശരിക്കും ഡിവോഴ്സ് അല്ലേ? ഞാൻ സത്യം പറഞ്ഞ ആ കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓ പേഴ്സണൽ ലൈഫ്, ഓ അതെടുക്കൂല പുള്ളി. പേഴ്സണൽ ലൈഫൊന്നും എടുക്കത്തില്ല, മനസ്സിലായോ? പുള്ളി പബ്ലിക് ലൈഫേ എടുക്കുകയുള്ളൂ. അങ്ങനെ അല്ലല്ലോ ടൈം ലൈൻ മൊത്തം നാട്ടുകാരെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ എടുത്തു വെച്ച് വിളമ്പുന്നത്. അല്ലടാ, ജാസുമോളുടെ ബ്ലോക്ക് അച്ഛൻ അവിടെ പോയി ബിസെറ്റ് വാങ്ങിച്ച കാര്യം കൂടെ, ബിസെറ്റല്ല പട്ട പപ്സ് വാങ്ങിച്ച കാര്യം പേഴ്സണൽ അല്ലേടാ. അങ്ങേർക്ക് പപ്സ് വാങ്ങിക്കാനുള്ള അധികാരമില്ലേ? നീ എന്തെല്ലാം കാര്യങ്ങൾ, എത്രയോ മനുഷ്യരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു. സജിന ഫിറോസിൻ്റെ കാര്യം എന്താ എടുക്കുന്നത്? അത് ടാക്ടിക്സ് ആണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലേ? കള്ളി പൊളിഞ്ഞ് വരുന്നുണ്ട്. ആ പൊളിക്കട്ടെ. ചുമ്മാ ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഓയ്യോ നിങ്ങളെല്ലാവരും കണ്ടാൽ തീർന്നു ഈ വീഡിയോ. അപ്പൊ അവര് പറഞ്ഞു നീ പറഞ്ഞു. ഞാൻ അവരോട് പേഴ്സണലി ചോദിക്കാൻ പോയിട്ടില്ല. അത് മോശമല്ല, അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ ഇഷ്ടമാണ്. പിന്നെ അവരെന്തോ പബ്ലിക്കിൽ അവർ പറയാതിരുന്നിട്ടില്ല, പറയുന്നവരാണ്. സജിനയാണെങ്കിലും ഫിറോസ് ആണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന രണ്ട് വ്യക്തികളാണ്. സോ അവർക്ക് പബ്ലിക്കിൽ വന്നിട്ട് അത് പറയാൻ അറിയാം. അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഞാൻ ചോദിക്കാൻ പോകാറില്ല. എനിക്ക് പേഴ്സണൽ ലൈഫിലേക്ക് ആ ചോദ്യം അടിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് അവർ രണ്ടാളും പിരിഞ്ഞു, അങ്ങനെയൊക്കെ നമ്മൾ പുറത്താം. സോഷ്യൽ മീഡിയ നമ്മൾ അതായത് സോഷ്യൽ മീഡിയയിൽ ഏത് ന്യൂസും വരാം. ഇന്റർവ്യൂ അവർ രണ്ടുപേരും പറഞ്ഞു വെച്ചതാണ്. അതിനപ്പുറം വേറൊരു മീനിങ്, അതിന് വേറെ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നത് ഒരാളുടെ പെർസ്പെക്റ്റീവ്. ഞാൻ എന്ന് പറഞ്ഞ വ്യൂവർ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്ന തോട്ട് അതായിരിക്കില്ല ബാക്കി 100 പേര് തോന്നും. സോ എവറി ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണ്, പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. ആ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞതോടെ ഞാൻ ചോദിച്ചത് എക്സ്ക്ലൂസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ഒരു കൺഫ്യൂഷൻ നമ്മൾ ആ ഒരു ബ്ലോഗിൽ അത് കണ്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ബെറ്റർ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്താൽ ഒരു വ്യക്തിയിലെ ക്രൗഡ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിക്കെതിരെ ഒരു സംഗതി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എതിരെ പോകുന്നതിന്റെ കൂട്ടത്തിലാണ് ആ പോണ പോകിന് ഞാനും ഉണ്ട്. ഞാൻ ചാഞ്ഞ മരത്തിൽ ഓടി കയറുക എന്നുള്ള കോൺസെപ്റ്റ് പൊതുവെ അതിലൂടെ കുറച്ച് ആക്ഷൻ. ആക്ച്വലി എന്താ പറയുക, ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റ് എന്നുള്ള ഫേസിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഐ കൻ ഡു ഇറ്റ്. ഓക്കെ, ഞാൻ ചെയ്യുമായിരുന്നു. ഇനി ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട്
എനിക്കൊരു സിമ്പതി തോന്നാനുള്ള ഒരു കാരണം. സിമ്പതിയാണത്. കാരണം അയാൾ കുറെ അനുഭവിച്ചു ഈ അടുത്ത്, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചെങ്കിൽ. ഞാൻ നോക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും അതിലൊരു പാട്ടായിരുന്നു. അതായത് ഇയാൾ ഓർക്കുന്നു, അലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വീഡിയോ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ടിട്ടുണ്ട്. ഇത് എവിടെ ഞാൻ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്, ഈ മനുഷ്യന് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഇയാൾ പറയുന്നത് കൊണ്ട് എന്നെ ഇതിന് മുമ്പ് ഇതേപോലെ സായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് പറയണം. പക്ഷെ ഡയറക്റ്റ് പറയുമ്പോൾ എങ്ങനെ പറയും, അയാൾ കുഴപ്പമില്ല, ടിക് ഫോർ ടാക്ക് ഈ സാധനം പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ ഇതിനകത്ത് മനസ്സിനകത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നമ്മളൊരു വട്ടം ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്തു വീഡിയോസ് ഇയാൾക്ക് ഇട്ടൊരു വഴിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയ ടൈമാണ്. എങ്ങനെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ താൻ കാരണമായിരുന്നു, താൻ അതിന് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വയം അങ്ങോട്ട് കൺഫസ് ചെയ്യാണ് പുള്ളി. എന്നിട്ട് വിട്ടുവിടുകയാണ്. ഉദാര മനസ്കതയാണ്. നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടു, ഞാൻ കാരണം നീ കുറേ അനുഭവിച്ചതല്ലേ, ഇനി നീ രക്ഷപ്പെട്ടു, അങ്ങ് വിട്ടുകൊടുക്കുക സാറ്. ആരാ ഇപ്പൊ കണ്ണൻ? എന്തൊരു ഔദാര്യമാണ് എടാ. ആ ചെറുക്കൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം പ്രോബ്ലത്തിൽ പോയി വീണിട്ടുണ്ടാവും. അത് വെച്ച് നീ അരി വാങ്ങിച്ചിട്ടില്ലേ? അത് നിനക്ക് എന്തോ ഇല്ല, നീ വരുംകാലങ്ങളിൽ കണ്ടോടാ. കർമ്മ വിൽ ഗിവ് യു വെരി ബിഗ് സ്ലാം. ഇതൊന്നും അല്ലടാ, ഇതിനേക്കാൾ കൂടുതൽ നീ അനുഭവിക്കും. എത്ര മനുഷ്യരുടെ കണ്ണീരാണടാ. കഷ്ടം തന്നെ. ഞാൻ പറഞ്ഞു എനിക്കിത് പറയുന്നതിലൊന്നും ഒരു ഇതുമില്ല. ഞാൻ എന്നോട് ഓക്കെ അത് പറഞ്ഞു, അവരത് ഐ ഡോണ്ട് കെയർ. എനിക്കത് വിഷയമുള്ള കേസായിരുന്നു. കാരണം ഞാൻ എങ്ങനെ വെച്ച് മാക്സിമം അരിയാക്കിയിട്ടുണ്ട്. ഇന്ന വെച്ച് കുറച്ച് അരി ഉണ്ടാക്കണം, അതിനും ഡബിൾ അരി ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റ് അല്ല ഞാൻ. അതുകൊണ്ടാണ് അത് അയാളെ ചാനലിൽ കൂടെ അല്ലല്ലേടാ പറഞ്ഞത്, ഒരു ഇന്റർവ്യൂക്കകത്തിരുന്നല്ലേ പറഞ്ഞത്. അതെങ്ങനെയാടാ നിന്നെ വെച്ച് അങ്ങേരെ അരി ഉണ്ടാക്കണം എന്ന് പറയാൻ? നാണല്ലേടാ നിനക്ക്? നിന്നെ വെച്ച് റോബിൻ അരി ഉണ്ടാക്കണം എന്ന് പറയാൻ നിന്നെ പോലെ വായി നോക്കിയാണ് അത്. അയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. നിന്നെ പോലെ കാറിനകത്ത് ഇരുന്ന് വാഴത്തോട്ടം പറഞ്ഞിട്ടാണാടാ അങ്ങനെയാണ് ജീവിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്ടാ നീ കമ്പാരിസൺ നടത്തുന്നത്? റോബിൻ നിനക്ക് തുല്യനാ. നിന്റെ ആ സൗജന്യവാ കാലമല്ലേ തെളിയിച്ചത്. ഇനി എത്ര ഡിഗ്രേഡ് ചെയ്താലും അവൻ നിന്നുകൊണ്ട് ഒരാൾ ജയിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആകുമോ ഇല്ലയോ? ഇത്തരങ്ങളോ ഈ വിഷയങ്ങളോ ഒന്നും തന്നെ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ജിൻഡോയെ ജയിക്കണമെന്ന് പുള്ളി പറഞ്ഞു, ജയിപ്പിച്ചില്ലേ? ഇന്നും അയാളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരില്ലേ? എത്രയെല്ലാം ഡീഗ്രേഡ് ചെയ്തിട്ട് നിനക്കങ്ങനെ ഒരു കൂട്ടമുണ്ടോ? നിനക്കങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടോ? നീ ഒരുപാട് കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചല്ല, ഏതെങ്കിലും ഒരു കൂട്ടായ്മ നിനക്കങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നുണ്ടോടാ? ആരെങ്കിലും ഉണ്ടോ? കൂടെ നിൽക്കുന്നവരെ കുതികാലി കെട്ടി മാത്രം നിനക്ക് ശീലമുള്ളൂ. കൂടെ നിൽക്കുന്നവരെ മാത്രമല്ല, നീ ആകെ മൊത്തത്തിൽ കുതികാലി വെട്ടുന്നൊരു കുതികാലി വെട്ടലുകാരനാ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനത് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താ പിന്നെ ഞാൻ ബിഗ് ബോസ് പോയതിന് അർത്ഥമില്ല. ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ബിഗ് ബോസ് എന്തിനാടാ ദുർഗുണ പരിഹാര പാഠശാലേ? നീ അവിടെ പോയിടന്ന് ഞങ്ങൾ സൂപ്പറായിട്ട് വന്നെന്ന് പറയാൻ. നീ ഈ കുറേ നാളുകൊണ്ട് ഈ നരേഷൻ പറയുന്നുണ്ടല്ല, അവിടെ പോയ ഉടനെ നീ അങ്ങ് നന്നായ? ഭയങ്കര നന്നാവലാണല്ല. അതിൻ്റെ റൂൾസിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് പെരുമാറിയ നീ പെട്ടെന്നൊന്ന് നല്ലവനായോ? എടാ നീ അവിടെ അലച്ചെങ്കിൽ അവിടെ ഉള്ളവന്മാർ നിന്നെ എടുത്ത് വെച്ച് ഉടുത്തേൻ. നീ ഒന്ന് നേരെ തിരിഞ്ഞ് നിന്ന് കുറച്ച് ഷോയൊക്കെ അവിടെ നിന്ന് ഇറക്കിയിരുന്നെങ്കിൽ നിൻ്റെ ഷോ വലിച്ചു കീറി ഒടിച്ച് നിന്നെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തേനെ. നീ ന്യൂട്രലിൽ അങ്ങ് നിന്ന് നീ കാര്യം സാധിക്കാനായിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര സംഭവമാണ്. അത് ജിൻഡോ കേൾക്കുന്ന നീ പറഞ്ഞിരുന്നെങ്കിൽ ജിൻഡോ തന്നേനായിരുന്നു എനിക്ക് മറുപടി. ഷോയെ ഇറക്കുന്നു, ഷോ പട്ടി ഷോ. നമ്മളെ ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ അത് പലരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് മാറും. ആ രീതിയിൽ ഞാൻ അതിലേക്കില്ല. ഇല്ലാത്തതുകൊണ്ട് ആരെന്താ ചെയ്യും പറഞ്ഞോട്ട് ഐ ഡോണ്ട് കെയർ. അയാൾ അങ്ങനെ പറയുന്നത് ഞാൻ ഫോൺ വിളിച്ച് വിളിക്കണം, ഐ ഡോണ്ട് കെയർ. ഇപ്പൊ അഖിൽമാരാണെങ്കിലും ഡോക്ടർ റോബിനാണെങ്കിലും ഇവരൊക്കെ പറയുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തു നിന്ന് കളി പറയാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ അകത്ത് പോയി കളിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ പിന്നെ കുറെ പേര് ഇതുപോലെ പറയുന്നുണ്ട്, ഒരാളുടെ അവസരം വേസ്റ്റ് ആക്കിയ പോലെ, അതായത് വേറൊരാൾക്ക് പോയിട്ട് അത് ചെയ്യാറുണ്ട്. ഇപ്പൊ മണി ബാഗ് എടുത്തതാണെങ്കിലും ആ എമൗണ്ട് കൂട്ടാമായിരുന്നു, അങ്ങനെയൊക്കെ പലതും പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, അഖിൽമാരാ എന്നുള്ള വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ലുലുമോൾ പോയി ഇവിടെ നല്ലത് മുമ്പ് നോക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. ആ ആൾ വിന്നറായിട്ട് തിരിച്ചു വന്നു. അയാൾ എക്സ്പീരിയൻസ് ചെയ്തു. അയാൾ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞു. ഓക്കെ, അഖിൽമാരാരെ പോലെ തന്നെ ഞാൻ ആവുന്നില്ല ഇല്ലല്ലോ. അപ്പൊ ഞാനും പുറത്തിരുന്ന് കണ്ട സമയത്ത് അവിടെ ലുലുമോൾ മുഴുവക്കലാണെങ്കിൽ ഞാനിവിടെ റിവ്യൂ ആണ് ചെയ്തത്. സോ രണ്ടും ഞാൻ നോക്കുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരേ പരിപാടിയാണ്. ഇതേ ഷോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോയി വിന്നറായി, ഞാൻ എന്റെ ഇഷ്ടത്തിന് മണി ബാഗ് ഇറങ്ങി പോകും. റോബിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റോബിനാണ് എനിക്ക് ഇതിലേക്ക് ഒരു റെഫറൻസ്, ഒരു വീഡിയോ റെഫറൻസ് അടക്കം അയച്ചു തന്നിട്ട്, സായി ഇത് ഇങ്ങനെയാണ്, ഈ വീഡിയോ ഇങ്ങനെ റെഫറൻസ് വെക്കണം, ഇന്നതാണ് കാര്യങ്ങൾ, ഇന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്യണം. ഇതിനോട് ഫസ്റ്റ് ഒരു ബിഗ് ബോസ് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് തോട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറേ അധികം അന്ന് സംസാരിച്ചു. ആ ടൈമിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം വീഡിയോ, ഈ റോബിൻ എനിക്കൊരു വീഡിയോ വെച്ചു, അതായത് ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മൾ പ്രസന്റ് ചെയ്യണം, ഒരു സീരി പോലത്തെ സാധനം അതെനിക്ക് അയച്ചു തന്നു. എനിക്കൊരു റെഫറൻസ് നമ്പർ തന്നു. പിന്നെ അതിന് ശേഷം അതാണ് എനിക്ക് ഫസ്റ്റ് ഒരാൾ തരുന്നത്, നമുക്ക് ഒരാൾ റെഫറൻസ് തരുന്നത് ആ ഒരു സാധനമാണ്. അപ്പൊ അത് റോബിനാണ് വന്നത്. അപ്പൊ റോബിൻ
റോബിൻ എനിക്ക് തരാൻ കാരണം എന്ന് വെച്ചാൽ റോബിനാണ് ഇവന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് എന്നതാണ് അവൻ പറഞ്ഞു വരുന്നത്. ബാക്കി റോബിൻ ഇതേ ഒരു സ്ട്രഗിൾ അറിയാം, അതായത് ഇതിലേക്ക് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ള സ്ട്രഗിൾ റോബിൻ കംപ്ലീറ്റ് അയാൾ പറഞ്ഞു കൊടുത്തു. ഇവൻ തിരിച്ചെന്ത് ചെയ്തു, ആ പയ്യൻ്റെ ഭാവി തൊലയുന്ന രീതിയിൽ അവനെ കളിയാക്കിക്കൊണ്ട് അവനെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ഫ്യൂച്ചർ നശിപ്പിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്തു. ഗൂഢാലോചന, ഇതുപോലുള്ള മോശക്കേടുകൾ അത്രയധികം മോശമായ രീതിയിൽ അവനെ എടുത്തുകൊടുക്കുന്ന രീതിയിൽ ആഹ്വാനം ചെയ്തു എന്ന് ഞെളിഞ്ഞിരുന്ന് പറയുകയാണ്. യോ ഡബിൾ സ്റ്റാൻഡ് ഡാഡി, ഡബിൾ സ്റ്റാൻഡ്, എന്താ ഇവനെ പറയുക? എന്ത് പറഞ്ഞാലാണ് ഇവന് ബോധം വരിക? ഇവൻ സത്യത്തെ അവൻ തന്നെ റിവീൽ ചെയ്യണം അവനൊരു പക്ക ഫ്രോഡാണെന്നുള്ളത്. ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്താൽ ആ വ്യക്തിയുടെ അല്പം പട്ടിക്ക് ഉണ്ടാവില്ലടാ. പട്ടിയൊന്നും വെച്ച് ഇതാക്കാൻ ഒക്കത്തില്ല. നിന്നെ എന്ത് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ലടാ. മൃഗങ്ങൾക്കുണ്ടാവുമല്ലടാ ഇങ്ങനെ ഒരു സിമ്പതിയും ഒരു സ്നേഹവും ഒക്കെ. നന്ദി കെട്ട ഒരുത്തൻ, നന്ദി ഇല്ലാത്ത ഒരുത്തൻ. റോബിൻ സ്ട്രഗിൾ ചെയ്ത് പോയാണ്. ഞാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഞാൻ ഇതിൽ വിളിച്ചിട്ട് കയറി പോയി ഞാൻ പറയും. ഞാൻ ഈ കുറഞ്ഞ നല്ല സ്ട്രഗിളിംഗ് ഫേസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ടുവേർഡ്സ് എന്നെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് സ്ട്രഗിളിംഗ് ഫേസിൽ റോബിൻ അറിയാം. ഈ പുറത്തിരുന്നുള്ള കൈശരി സംഗതി അല്ലെങ്കിൽ പുറത്തിരുന്ന ഗ്യാലറിയുടെ പരിപാടി ആർക്കറിയാം? അനിവാര്യ 3 പേരും ബിഗ് ബോസിൽ പോയി. 3 പേരും പോയി. ഒരാൾ വിന്നറായി, ഒരാൾ 2 വട്ടം വിറ്റ്, 2 വട്ടം പുറത്താക്കി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകും. ഞാൻ വിറ്റത് ഇറങ്ങി പോകും. 3 പേർക്കും ഒരേപോലെയുള്ള ക്രൗഡ് പുള്ളിങ് കിട്ടണം. ഒരേപോലുള്ള കണ്ടന്റ് 3 പേരും കൊടുക്കാൻ പറ്റും. 3 ഇൻഡിവിജ്വൽസ് ആണ്, 3 ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഞാൻ നോക്കുന്ന ടൈമിൽ ഞാൻ വളരെ റിയൽ ആയിട്ട് നിന്നതാണ്. ഞാൻ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ഫാമിലിയോട്. ശരിയാണ്, 3 പേര് പോയി. 3 പേർക്കും ഒരേ അക്സെപ്റ്റൻസ് ആണോ എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അഖിൽ മാരാർ ജയിച്ചിട്ട് വന്നു. എങ്ങനെ റോബിന് കിട്ടിയ അക്സെപ്റ്റൻസ് ആണോ അഖിലിന് കിട്ടിയത്? ഒരിക്കലുമല്ല. റോബിന് ഇപ്പോഴും ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. അത്രയും ഭയങ്കര അക്സെപ്റ്റൻസ് ആണ് റോബിന് കിട്ടുന്നത്. അഖിലിന് അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ജയിച്ചാൽ മാത്രം പോരടാ, കപ്പ് കിട്ടിയതുണ്ടാവില്ല. അക്സെപ്റ്റൻസ് ജനമനസ്സുകളിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു സംഗതിയുണ്ട്, അത് റോബിന് മാത്രമേ ഉള്ളൂ. നീ അവിടെ പോയി സാധനം തൂക്കിക്കൊണ്ട് വന്ന് അത് തന്നെ നിനക്ക് എന്താണ് കിട്ടിയത്? നീ ഇപ്പോഴും ബഹിരാകാശത്ത്, അത് മറന്നു പോകണ്ട. നിന്നെ ആളുകൾ വെറുക്കുന്ന ലെവൽ എന്താണ്? നിൻ്റെ ടൈം ലൈനിലെ കമൻസ് മാത്രം നോക്കിയാൽ മതി. നീ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചിട്ടും എന്ത് ഡ്രാമ കാണിച്ചിട്ടും ഒരാൾക്ക് പോലും നിൻ്റെ അടുത്ത് സിമ്പതി പോലും തോന്നാത്ത വണ്ണം നിന്നെ ഇത്രയും വെറുക്കുന്നുണ്ട്. 2 വട്ടം എവിക്റ്റായ റോബിൻ, ആ 2ാമത്തെ പ്രാവശ്യം എവിക്റ്റ് എങ്ങനെയായി? നീ ഇനി ഒന്നും കൂടെ അതിനകത്ത് കയറി കാണിക്കാമോ? റോബിൻ 2ാമതും അതിനകത്ത് കയറി. റോബിൻ വേണ്ടി വന്നു. ആ സീസൺ ഡെവലപ്മെൻ്റ് ഇല്ലാതെ വളരെയധികം സൈലൻ്റായി ബോറടിച്ചിരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ് റോബിനെ. റോബിൻ വന്നതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ റീച്ചായതും വ്യൂ കിട്ടിയതും. റോബിനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് ആക്കിയത് കൊണ്ടാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോയ്ക്ക് തന്നെ മാറ്റിപ്പിടിച്ചാലോ എന്നൊരു ടേം പോലും ഉണ്ടാക്കി വീണ്ടും ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട ഗതികേട് വന്നത്. ഇപ്പോഴും ഇത് കഴിഞ്ഞ് പുള്ളിയുടെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത്തെ പ്രാവശ്യം വന്ന ഷോയിൽ പോലും പുള്ളി സജസ്റ്റ് ചെയ്ത ആൾ തന്നെ വിന്നറായിട്ടുണ്ടെങ്കിൽ അത് റോബിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് തന്നെയല്ലേ? തോൽവിയല്ലടാ. ഏറ്റവും നന്നായി ജയിച്ച വ്യക്തി റോബിനാണ്. അതറിയത്തില്ലല്ലേ? നിനക്ക് ഇപ്പോഴും ഡീഗ്രേഡ് ചെയ്യാൻ അവനേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ, പട്ടിക്ക് എന്തെങ്കിലും ചെയ്താൽ അത് വാലാട്ടിയെങ്കിലും കാണിക്കും. പട്ടിയെപ്പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു നികൃഷ്ട ജന്മം ഇരുന്നുകൊണ്ട് റോബിനെ വീണ്ടും വീണ്ടും പറയുന്നു, വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന് ഒന്നും പറയാനില്ല. നടക്കട്ടെ. ഓരോ ഫാമിലി വരുമ്പോഴും പുറത്ത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി. നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ക്ലാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് കുറയും. നമ്മളെ സ്ക്രീൻ സ്പേസ് സാറ്റർഡേ സൺഡേ കുറവായിരിക്കും, ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഇനി വല്ല ഗെയിമിന് ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ വേണ്ട ആളുകളുടെ ഗെയിംസ് അവർ കൂടുതൽ ടൈമിന് വേണ്ടിയിട്ട് ആദ്യം വിളിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചില ടൈം. അപ്പൊ അങ്ങനത്തെ അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ കൂടുതൽ കോൺഗ്രസ് ഒരു ടോപ്പിക് എടുക്കും. ഒരാഴ്ച ഉണ്ടായ ടോപ്പിക് ചുമ്മാ എടുത്ത് ആ ടോപ്പിക്കിൽ അവർ നമ്മളെ നോക്കില്ല. അങ്ങനത്തെ എനിക്ക് ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ. പിന്നെ എനിക്ക് ഒരു സർട്ടൻ സ്റ്റേജ് കഴിയുമ്പോൾ മനസ്സിലായി ഇതിന്റെ വേറെ ഗ്രാഫാ പോകുന്നു. അതായത് സായി കൃഷ്ണൻ, ഈ കണ്ണൻ, സീക്രട്ടീസ് എന്നുള്ളത് അങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഒരു ഫേസിലൂടെ അതിന് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി വന്നതിന് ശേഷമൊക്കെയാണ് പിന്നെ എനിക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി അതൊന്നും കാണിക്കാൻ പറ്റുന്ന കേസുകളല്ല. കാരണം ഞാൻ പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ വിളിച്ച് പറയാറ്. ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് കണ്ട പരിചയമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ തിങ്ക് ചെയ്ത് അവിടെ ബാക്കിയുള്ള എങ്ങനെ കളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ടീം എന്താ ചിന്തിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ് ഈ സാധനമായിട്ട് അവിടെ കൂടുതൽ ചിന്തിച്ചുള്ളത്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്നേഹം കൂടി വന്നു, സ്നേഹ വന്ന് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കാര്യം എന്താണ് എങ്ങനെയാണെന്നത്. അപ്പൊ സാബു ചേട്ടൻ ഹോട്ടൽ ടാസ്കിന് വന്നപ്പോൾ എനിക്ക് നാട്ടുകാരുടെ വീട്ടുകാരും ഇവിടെ സായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ നേരെ മറിച്ച് അവിടെ എന്നൊക്കെ പറഞ്ഞ് നിന്ന് പുറത്തിറങ്ങി ഞാൻ ബുദ്ധിമുട്ടി നാട്ടിൽ തീരും.
അങ്ങനെയാണോ? നീ അതിനകത്ത് പോയി റിയലായിട്ട് നിന്നല്ലേ നീ പറഞ്ഞത്? നീ അവിടെയും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്ന? എടാ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നില്ലടാ വാഴെണ്ണ. എവിടെയെങ്കിലും ഒന്ന് ഉറച്ച്. നീ ആദ്യം പറഞ്ഞു ഞാൻ അതിനകത്ത് പോയി റിയലായി നിന്നു. ഇപ്പം പറയുന്നു ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ മൊത്തത്തിൽ ഫ്ലോപ്പാണ് നീ എന്നുള്ളത് തെളിഞ്ഞ്. അത്രയേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്തായാലും വാഴയണൻ്റെ കോമഡി തുടരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് 2 ചെയ്യാം. തൽക്കാലം പാർട്ട് 1 അത് കഴിയട്ടെ. ഇതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. ഞാൻ കുറച്ച് ലൈറ്റണാക്കി പറയണമെന്നേ ഉള്ളൂ. ബാക്കിയുമായിട്ട് അടുത്ത് വരാൻ കേട്ടോ. ഏതായാലും ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വളരെ മോശമായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റോബിനെയാണ്. ഇവൻ വിചാരിക്കുന്നത് ഇതാർക്കും മനസ്സിലാകത്തില്ല. റോബിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംഭവമായിട്ട് തോന്നും. എടാ ഒരു വ്യക്തിയെ നശിപ്പിക്കാനും അയാളുടെ കരിയർ നശിപ്പിക്കാനും കൂട്ടുനിന്ന നിനക്ക് എന്ത് ക്വാളിറ്റിയാണെന്ന് ജനം തീരുമാനിക്കുന്നുണ്ട്. നീ വീണ്ടും ഏറി നിന്ന് വേറെ എങ്ങോട്ടൊക്കെ പോകാനുള്ള പ്ലാനിലാണ് നീ ഇറങ്ങി നിൽക്കുന്നത്. നിന്നെപ്പോലെ ഡബിൾ ഡാഡി സിൻഡ്രോമുള്ള ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ. വല്ലാത്ത ജാതി തൊടിക്കെട്ടി എന്നെ കേട്ട. നീ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അഡ്മിറ്റ് ചെയ്യാതെ വീണ്ടും ഇരുന്ന് പോഷത്തരം എഴുന്നള്ളിക്കുന്ന നിന്നെ ഒന്നും പറയാല്ല. അയാൾ അഖിൽമാരാർ പറഞ്ഞില്ലേ, അത് തന്നെയാണ് നീ. ഇനിയും നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ലടാ വാഴത്തോട്ടവൻ.